ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ HDSന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജൂനിയർ കാത്ത് ലാബ് ടെക്നീഷ്യൻ, ന്യൂറോ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ജൂലൈ 22 രാവിലെ 10:30 അഭിമുഖം. ഗവൺമെൻറ് അംഗീകൃത BCVT അല്ലെങ്കിൽ DCVT കോഴ്സ് പാസ്സായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കാത്ത് ലാബ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് കാത്ത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കും, ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ന്യൂറോ ടെക്നീഷ്യൻ തസ്തികയിലേക്കും അപേക്ഷിക്കാം. നിർദ്ദിഷ്ട യോഗ്യതയുള്ള 45 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം നിശ്ചിത സമയത്തിന് അരമണിക്കൂർ മുൻപ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC വഴി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 2nd ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഹാളിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയും അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ 23 രാവിലെ 10:30 നേരിട്ട് ഹാജരാവണം. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിൽ ക്ലേ വർക്കർ തസ്തികയിൽ താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ജൂലൈ 22 രാവിലെ 10:30 കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളുമായി പ്രിൻസിപ്പാളിന് മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. രാവിലെ 10:30 കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കൂ. വിശദ വിവരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടിയിലെ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് വാർഡനെ നിയമിക്കുന്നുണ്ട്. SSLCയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത വരുന്നത്. 20-നും 50-നും ഇടയിൽ പ്രായമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ജൂലൈ 24 വൈകിട്ട് 5 മണിക്കകം നൽകണം. അപേക്ഷാ ഫോം മീനങ്ങാടി ഹൗസിംഗ് ബോർഡ് വയനാട് ഡിവിഷൻ ഓഫീസിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്കിനെ നിയമിക്കുന്നുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 22 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട്ടെ വിവിധ പ്രീമെട്രി ഹോസ്റ്റലുകളിലെ സ്റ്റുഡൻറ് കൗൺസിലറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത MA സൈക്കോളജി, MSW, MSc സൈക്കോളജിയാണ്. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ നിന്ന് യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രായപരിധി 2025 ജനുവരി 1 25 മുതൽ 45 വയസ്സ് വരെയാണ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 22 രാവിലെ 11 മണിക്ക് ജില്ലാ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് ICUവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെയും ആശുപത്രി വികസന സമിതിക്ക് കീഴിലുള്ള ആംബുലൻസിലേക്ക് ദിവസവേതനത്തിൽ ഡ്രൈവറെയും നിയമിക്കുന്നുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റിന് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ബ്രോങ്കോസ്കോപ്പി തിയേറ്ററിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റിൻ്റെ കൂടിക്കാഴ്ച ജൂലൈ 21 രാവിലെ 11-നും ഡ്രൈവർ കൂടിക്കാഴ്ച 12-നും കാര്യാലയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം KSPക്ക് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയറ്റീഷ്യനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിൽ ഡിപ്ലോമയാണ്. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെയാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 22 രാവിലെ 11 മണിക്ക് IMCH സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം.
വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.